നയൻപ്ലസിന്റെ 1703 ദിവസത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 30, 2025. പ്രിൻസിപ്പിൾസ് ആർ ദ ടെറിട്ടറി ആൻഡ് വാല്യൂസ് ആർ മാപ്സ്. സ്റ്റീഫൻ കോവിയുടെ വാക്കുകളാണ്. പ്രിൻസിപ്പിൾസ് ആർ ദ ടെറിട്ടറി ആൻഡ് വാല്യൂസ് ആർ ദ മാപ്സ്. എന്താണ് അതിന്റെ അർത്ഥം? പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായ ചില പ്രാമാണിക തത്വങ്ങൾ, അതാണ് നമ്മുടെ ടെറിട്ടറി, അതിർവരമ്പുകൾ. വാല്യൂസ് ആർ മാപ്സ്. ആ മാനുഷികമായ തത്വങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള മൂല്യങ്ങളാണ് നമ്മുടെ ഭൂപടം എന്ന് പറയുന്നത്. അതിന് നല്ല ഒരു വ്യാപ്തിയുള്ള ഒരു കോട്ടാണത് സ്റ്റീഫൻ കോവി പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ആർ, ഒന്ന് മോറൽ കോമ്പാസ് ആണ്. മോറൽ കോമ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മ അധർമ്മ വിവേചനം, പരിധികൾ, ധർമ്മ ഏത് അധർമ്മം ഏത് എന്ന് പരിധി നിശ്ചയിക്കുന്ന ഒരു മോറൽ കോമ്പസ് ആണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എൻ എത്തിക്കൽ ഫ്രെയിംവർക്ക്. എത്തിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ സദാചാര സംഹിത, ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് നാം കാര്യങ്ങളെ വീക്ഷിക്കുകയും കാണുകയും പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം. ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വാല്യൂസ്, മൂല്യാധിഷ്ഠിതമായ തീരുമാനങ്ങൾ, കാര്യകാരണ സഹിതം സംഗതികളെ മനസ്സിലാക്കി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനുള്ള മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒന്ന് ഇന്റഗ്രിറ്റി, ഓണസ്റ്റി, റെസ്പെക്ട്, ഫെയർനെസ്, റെസ്പോൺസിബിലിറ്റി, കമ്പാഷൻ, ട്രാൻസ്പെറൻസി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ആർജവം, അതായത് നേരത്തെ ഇന്നലെ നമ്മൾ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്ക് പോവാം. ഗ്രിറ്റ് എന്ന് പറയുന്ന മനോസ്ഥൈര്യം, മനധൈര്യം, മനോബലം, ആ ഇന്റഗ്രിറ്റി, ആർജവം, സത്യത്തിനും നേരിനും നിറിവിനും ഒപ്പം നിൽക്കാനുള്ള ആർജവം. ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അവനവനോടുള്ള ബഹുമാനവും മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള താല്പര്യവും. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ ന്യായത്തിനൊപ്പം നിൽക്കാനുള്ള മനസ്സിന്റെ ശക്തി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വ ബോധം, ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ അവനവന്റെ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായും വഹിക്കുന്നതിനുള്ള മനോബലം. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അനുകമ്പ, കാരുണ്യം. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതാര്യത, നൈർമല്യം, നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും നാം കാണിക്കുന്ന സുതാര്യതയും നിർമ്മലതയും. അപ്പോൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് എ സെൻസ് ഓഫ് ഡയറക്ഷൻ ആൻഡ് കൺസിസ്റ്റൻസി, ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് നാവിഗേറ്റ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ചോയ്സസ്. അതായത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ദിവസവും നിത്യവും തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ട് വരും. അപ്പൊ ഇൻഫോംഡ് ഡിസിഷൻസ്, കാര്യബോധമുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് നാം സ്വീകരിക്കേണ്ടുന്ന ചില, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചില ദിശാബോധങ്ങൾ അല്ലെങ്കിൽ മാർഗരേഖകൾ എന്ന് പറയാം. അതാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പ്രാമാണിക തത്വങ്ങൾ, അതായത് മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ചില തത്വങ്ങൾ. ആ തത്വങ്ങളിൽ ഊന്നിയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ കുഞ്ഞുനാളിൽ മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കേട്ടും അറിഞ്ഞും സ്കൂളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും എല്ലാം നമ്മൾ പഠിക്കുന്ന ചില മൂല്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. ഓൺ മാറ്റേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് സ്റ്റാൻഡ് ലൈക്ക് എ റോക്ക്. തോമസ് ജെഫേഴ്സൺ, അദ്ദേഹം അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഓൺ മാറ്റേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ സ്റ്റാൻഡ് ലൈക്ക് എ റോക്ക്. ഒരു പാറ പോലെ, പ്രിൻസിപ്പിൾസിന്റെ കാര്യം വരുമ്പോൾ പാറ പോലെ ഉറച്ചു നിൽക്കുക. മാനുഷിക മൂല്യങ്ങളുടെ അതിനെ ഒരിക്കലും ബലി കഴിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓവർ പ്രഷർ. നമുക്കറിയാം പ്രിൻസിപ്പിൾസ് എന്നുള്ള ഒരു വാക്കും പ്രഷർ എന്നുള്ള ഒരു വാക്കും. പ്രഷർ എന്ന് പറയുമ്പോൾ സമ്മർദ്ദങ്ങൾ. നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും നമുക്ക് പല തരത്തിലുള്ള പ്രഷേഴ്സ് നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ആ അവസരങ്ങളിലെല്ലാം തന്നെ നമ്മൾ സ്വായത്തമാക്കിയിരിക്കുന്ന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനാണ് സാധാരണ നമ്മുടെ ടെൻഡൻസി. അപ്പൊ ആ വ്യതിചലനം ഒഴിവാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓവർ പ്രഷർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം. രണ്ടാമത്തെ വാക്കെന്ന് പറയുന്നത് പ്രഷറാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രഷർ റെഫേഴ്സ് ടു ദ ഫോഴ്സസ്, ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ, ദാറ്റ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ, ആക്ഷൻ ആൻഡ് ഡിസിഷൻസ്. നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ പെരുമാറ്റങ്ങളെ, നമ്മുടെ പ്രവൃത്തികളെ എല്ലാം നിശ്ചയിക്കുന്ന ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുമുള്ള ചില സമ്മർദ്ദങ്ങൾ. പലപ്പോഴും നമുക്ക് തന്നെ നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ പല സമ്മർദ്ദങ്ങളുടെ പുറത്തായിരിക്കും ഓരോ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത്. അതിനാണ് പ്രഷർ എന്ന് പറയുക. ഇനി ദീസ് ഫോഴ്സസ് ക്യാൻ ബി ഇമോഷണൽ, സോഷ്യൽ, എൻവയോൺമെന്റൽ. അതായത് വൈകാരികമാകാം, സാമൂഹികമാകാം, പാരിസ്ഥിതികമാകാം. ഇമോഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മിൽ ഉണ്ടാകുന്ന ദേഷ്യം, കോപം, ക്രോധം, ഉത്കണ്ഠ, ഇത്തരത്തിലുള്ള വികാരങ്ങൾ നമ്മളെ പലപ്പോഴും പല അവസരങ്ങളിലും നമ്മൾ ഇത്തരം വികാരങ്ങളായിരിക്കും നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും തീരുമാനങ്ങളെയും നയിക്കുന്നത്. സോഷ്യൽ എന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ. സാമൂഹികമായിട്ട് നമ്മളൊരു സമൂഹ ജീവിയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഗുഹാവാസിയല്ല. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നമ്മിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും.
ഉദാഹരണത്തിന് ഫാമിലി എടുക്കുകയാണെങ്കിൽ കുടുംബപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. ഇന്ന രീതിയിൽ പഠിക്കണം, ഇന്നതാകണം, നീ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, അതുപോലെ തന്നെ നീ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ ഇന്ന തൊഴിലിന് പോകണം എന്നൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ നമ്മിൽ ഉണ്ടാകാം. പിന്നെ പിയർ പ്രഷർ, കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന പ്രഷർ. ഇപ്പൊ നമുക്കറിയാം ഈ അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന ഡ്രഗ് അഡിക്ഷനും മറ്റതിനെല്ലാം പല കാരണങ്ങളും ഈ സോഷ്യൽ പ്രഷറിൽ ഈ പിയർ പ്രഷർ കൊണ്ടാണ്. നമുക്ക് ഇഷ്ടമില്ല എങ്കിലും കൂട്ടുകാരുടെ ഒപ്പം അവരുടെ കൂട്ട് സമ്പാദിക്കാനായിട്ട് നാം ചിലപ്പോൾ ചെയ്തു തുടങ്ങുന്ന ചില ശീലങ്ങൾ പിന്നെ അത് ദുശീലങ്ങളായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇമ്പാക്ട്, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മിലേക്ക് കൊണ്ടുവരുന്ന ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സമ്പത്ത് വളരെ കുറവാണ്, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം കുറവാണ് എന്നുള്ളത്. പിന്നെ കൾച്ചറൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള സമ്മർദ്ദങ്ങൾ, അതായത് മതപരമായിട്ടും സാംസ്കാരികമായിട്ടും നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ഒരുപാട് ചില ചിട്ടകളെല്ലാം പാലിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്നും ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനോട് പൊരുത്തപ്പെടുന്നതല്ല, അല്ലെങ്കിൽ നാം പുലർത്തുന്ന നേരത്തെ പറഞ്ഞ ഇന്റഗ്രിറ്റി, ഓണസ്റ്റി എന്നൊക്കെ പറഞ്ഞ ആ മാനുഷിക തത്വങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. പക്ഷെ എന്നിരുന്നാലും സമൂഹത്തിൽ ജീവിക്കേണ്ടതുകൊണ്ട് നമ്മൾ അതിന് വിധേയനായി പോകുന്നു. അപ്പൊ ഇതൊക്കെയാണ് സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അതുപോലെ അക്കാഡമിക് പ്രഷർ, മാർക്ക് കൂടുതൽ വാങ്ങണം, റാങ്ക് വാങ്ങണം, പ്രൊമോഷൻ കിട്ടണം എന്നൊക്കെയുള്ള അക്കാഡമിക് തരത്തിലുള്ള പ്രഷേഴ്സ്. ഇത്തരത്തിൽ പല തരത്തിലുള്ള സമൂഹം നമ്മളുടെ മേൽ ചെലുത്തുന്ന പല സമ്മർദ്ദങ്ങളുണ്ട്. ഈ എൻവയോൺമെന്റൽ, നമ്മൾ പലരും ഈ പരിസ്ഥിതിയെ കൂടുതൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ എൻവയോണിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി, അതായത് മൂല്യച്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അൺകൺട്രോളബിൾ ആയിട്ട് നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന സോയിൽ കൊണ്ടാമിനേഷൻ, കെമിക്കൽ കൊണ്ടാമിനേഷൻ, ഡിസീസസ്, പലതരത്തിലുള്ള രോഗങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ മേലിൽ ഒരു സമ്മർദ്ദം ചെലുത്തുകയാണ്. അതായത് ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള പല എന്താ പറയുക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നു. ഇതിന്റെ എല്ലാം കാരണങ്ങൾ എന്ന് പറയുന്നത്, ഈ പ്രഷേഴ്സ് എന്ന് പറയുന്നത്, ഈ 3 ഘടകങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. Pressure can manifest as expectations, time constraints, പെർഫോമൻസ് ഡിമാൻഡ്സ്, കൺഫോമിറ്റി. എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സ്പെക്ടേഷൻസിനെ കുറിച്ച് ഇവിടെ നമ്മൾ സെഷൻസ് വരെ എടുത്തിട്ടുള്ളതാണ്. എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പോൾ പ്രതീക്ഷകൾ, നാം നമ്മിൽ പുലർത്തുന്നതും മറ്റുള്ളവരിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നതുമായ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ. അവരങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പോരാ, എനിക്ക് ഇനിയും കൂടുതൽ പെർഫോം ചെയ്യണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ. ഇത്തരത്തിലുള്ള എക്സ്പെക്ടേഷൻ നമ്മൾ പുലർത്തുമ്പോൾ അത് നമ്മൾ അറിയാതെ നമ്മളുടെ ഒരു സൈഡിൽ കൂടെ നമ്മളെ പ്രഷർ ചെയ്യുകയാണ്, നമ്മളെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയാണ്. അതുപോലെ തന്നെ ടൈം കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയപരിധി. ഇപ്പൊ ഓഫീസിലൊക്കെ ആണെങ്കിൽ പലതും ടാർഗറ്റ് വെച്ചിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 8 മണിക്കൂർ ജോലി എന്നുള്ളത് 8 മണിക്കൂറൊക്കെ പോയി 16 18 മണിക്കൂറൊക്കെയാണ് ആൾക്കാർ ഇന്ന് ജോലി ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ വീട്ടിൽ തന്നെ കാണാവുന്നതാണ്. ഇപ്പൊ ടൈം കൺസ്ട്രെയിൻസ്, സമയപരിധി കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം. ഇപ്പൊ ഞാനിവിടെ ഒരു ചെറിയൊരു സമ്മർദ്ദത്തിലാണ്, കാരണം എനിക്ക് 20 മിനിറ്റ് 25 മിനിറ്റേ തന്നിട്ടുള്ളൂ, അതിനകത്ത് ഞാനിത് അവതരിപ്പിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ടൈം കൺസ്ട്രെയിൻസ്. പെർഫോമൻസ് ഡിമാൻഡ്സ്, കാര്യനിർവഹണ ശേഷിയിൽ ഉണ്ടാകുന്ന കുറവ്. എത്ര ചെയ്തിരുന്നാലും പോരാ, ഓഫീസിലൊക്കെ നമ്മൾ എത്ര നല്ല പെർഫോം ചെയ്താലും, നമ്മുടെ കഴിവിന്റെ പരമാവധിയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ബോസിന്റെ ഭാഗത്തു നിന്നും കൊളീഗ്സിന്റെ ഭാഗത്തു നിന്നും നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോഴുണ്ടാകുന്ന പ്രഷർ. കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ഇഷ്ടമില്ലാത്തിടത്ത്, ഇല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യാൻ വിധിക്കപ്പെടുന്നു, ഇല്ലെങ്കിൽ വഴങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ പ്രഷർ ഇത്തരത്തിലെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടാണ് പ്രഷറിനെ കുറിച്ചും സ്ട്രെസ്സിനെ കുറിച്ചും ഉള്ളത്. എക്കാർട്ട് ടോളെ പറഞ്ഞിട്ടുള്ളത്, സ്ട്രെസ് ഈസ് കോസ്ഡ് ബൈ ബീങ് ഹിയർ ബട്ട് വാണ്ടിങ് ടു ബി ദെയർ. അതായത് സ്ട്രെസ് ഈസ് കോസ്ഡ് ബൈ ബീങ് ഹിയർ, ഞാൻ ഇവിടെയാണ്, ഞാൻ എക്സ് എന്ന പോയിന്റിലാണ് നിൽക്കുന്നത്, പക്ഷേ ആക്ച്വലി എനിക്ക് വേണ്ടത് എന്റെ മൂല്യങ്ങൾ, ഇല്ലെങ്കിൽ എന്റെ തത്വസംഹിത, ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന തത്വപ്രമാണങ്ങൾ എന്നെ നിർത്തേണ്ടത് വൈ എന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കടമ എന്ന് പറയുന്ന വൈ എന്നതായിരിക്കാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ എന്നെ എക്സ് എന്ന കടമയും എക്സ് എന്ന സാഹചര്യത്തിലും എക്സ് എന്ന സ്ഥലത്ത് നിർത്തുന്നു. ഇതാണ് അതുകൊണ്ടുണ്ടാകുന്ന ഒരു സമ്മർദ്ദം, മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം, ഒരു വിഷമം, ഒരു പ്രയാസം. ഇനി ഇത് എന്താണ് ഈ മാനുഷികമായ തത്വങ്ങൾ പുലർത്തുന്നതുകൊണ്ടുണ്ടാകുന്ന പോസിറ്റീവ് ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഫോസ്റ്ററിങ് ഇന്റഗ്രിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട്. നമുക്ക് നമ്മെക്കുറിച്ചുള്ള ഒരു ബഹുമാനം വർദ്ധിക്കുന്നു, നമ്മെക്കുറിച്ച് സെൽഫ് വർത്തിനെസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആർജവം എന്ന് പറഞ്ഞത്, എന്തും ഒരു മനോബലം, മനോധൈര്യം, നല്ലത് ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു ഉൾക്കാഴ്ചയും തമ്മിൽ ഉണ്ടാകുന്നു. 2, റെസ്പെക്ട് ആൻഡ് ഇൻസ്പിറേഷൻ. റെസ്പെക്ട് ടു വൺ സെൽഫ് ആസ് വെൽ ആസ് റെസ്പെക്ട് ടു അതേഴ്സ് ആൻഡ് ഇൻസ്പിറേഷൻ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറുകയാണ് നമ്മുടെ ഈ പ്രവൃത്തി കൊണ്ട്. നമ്മൾ അടിസ്ഥാന തത്വങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ, നമ്മൾ ഒന്നിനും വഴങ്ങാതെ സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബഹുമാനം, സമൂഹം നമുക്ക് നൽകുന്ന ആദരവ്.
സെൽഫ് എസ്റ്റീം, ഹൈ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം, ഉയർന്ന ആത്മാഭിമാനവും സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ടാകും. ഇതിലൂടെ നമുക്ക് സ്പിരിച്വലായിട്ട് നമുക്ക് വളരാൻ പറ്റുന്നു. ഞാൻ ആര്, ഞാൻ എന്തിനാണ്, ഞാനൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന അടക്കി പിടിക്കാനും എന്താണ് വെട്ടിപ്പിടിക്കാനുമായിട്ടുള്ള ഒരു ഓട്ടമാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത നമ്മിലേക്ക് ഉദിക്കാനായിട്ടും ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്നു. ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ, വിശ്വാസ്യത, നമ്മളെ കുറിച്ചുള്ള വിശ്വാസ്യത സമൂഹത്തിൽ കൂടുന്നു. റെപ്യൂട്ടേഷൻ, കീർത്തി, ഖ്യാതി, ലോകപ്രീതി, ഇതെല്ലാം തന്നെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് പർപ്പസ്ഫുൾ ലിവിങ്, നിശ്ചയദാർഢ്യത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കാനായിട്ടും നമുക്ക് ഈ പറയുന്ന നമ്മൾ അടിസ്ഥാന പ്രാമാണിക തത്വങ്ങളിൽ, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തത്വങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കഴിയും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് ഔട്ട്കംസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡും ഉണ്ട് അല്ലെ. അപ്പൊ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇനി എന്താണ് ഇതിന്റെ കോൺസിക്വൻസസ് എന്ന് നോക്കാം. ഈ മൂല്യങ്ങൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസും വളരെ പ്രധാനമാണ്. അതിനെ നേരിടാനുള്ള ധൈര്യം, അതും ഒരു പ്രഷറാണ്. അതാണ് ഏറ്റവും പ്രധാനം. സോഷ്യൽ ബാക്ക്ലാഷ്, നമുക്കറിയാം സാമൂഹികമായിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തുന്നു, നമ്മളെ ഒരു ഒറ്റയാനായിട്ട് മാറ്റുന്നു, നമ്മളുമായിട്ട് നിസ്സഹകരണ മനോഭാവം പുലർത്തുക, നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ കൊണ്ടുവരിക. നമുക്ക് പലപ്പോഴും നമ്മൾ ഉദാഹരണങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ ഒരുപാട് സോഷ്യൽ അട്രോസിറ്റീസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പല മതപരമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും എല്ലാം ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്ന പല നിസ്സാര കാര്യങ്ങളിലും അല്ലെ. അപ്പൊ അവര് ചില മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കത് അത് പ്രതീക്ഷിക്കാം. രണ്ടാമത്തത് ലോസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഓഫ് കോഴ്സ്, അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. തൊഴിലിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും സ്ഥാനങ്ങളും വിജയങ്ങളും പദവികളും എല്ലാം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ബിസിനസ്സിൽ നഷ്ടമുണ്ടാകാം. ഇതൊക്കെ നമ്മൾ ഈ മൂല്യങ്ങൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. ആൻഡ് ഫൈനാൻഷ്യൽ ഇമ്പാക്ട്, സാമ്പത്തികമായ ഞെരുക്കം ഉണ്ടാകാം, സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ഒന്നിനും വഴങ്ങാതെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് നേരെ ചൊവ്വേ കിട്ടേണ്ടുന്ന വരുമാനം പോലും അതിന് പോലും ബ്ലോക്ക് ഇടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ മറുഭാഗങ്ങളിൽ നിന്നും ഉണ്ടായേക്കാം. ആൻഡ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്, ഓഫ് കോഴ്സ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് ആകട്ടെ കുടുംബത്തിലാകട്ടെ, കുടുംബത്തിൽ പോലും ഫ്രണ്ട്സും മറ്റ് കൊളീഗ്സും ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകും തീർച്ചയായിട്ടും. ആൻഡ് പോയിന്റ് ഓഫ് റിഡിക്യൂൾ, പോയിന്റ് ഓഫ് റിഡിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഹേളനം, ഒരു പരിഹാസ കഥാപാത്രമായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ മാറും. അവൻ അങ്ങനെയാണ്, അവന് വലിയ എന്താണ് തത്വങ്ങൾ ഉറച്ചു നിൽക്കുന്നവനാണ്, അവനൊരു വരട്ടുവാദിയാണ്. ഇത്തരത്തിലുള്ള പല വാക്കുകൾ കൊണ്ട് നമ്മളെ മുദ്രകുത്തി വീണ്ടും നമ്മളെ ഒറ്റപ്പെടുത്തുകയും നമ്മളെ പോയിന്റ് ഓഫ് റിഡിക്യൂൾ, നമ്മളെ ഒരു പരിഹാസ കഥാപാത്രമായി മാറുകയും ചെയ്യും. അപ്പൊ ഇത്രയായി കഴിഞ്ഞാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് മറികടക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സുകൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സ്റ്റെപ്സ് ടു ബി ടേക്കൺ. ഒന്ന്, ഇമോഷണൽ റെസീലിയൻസ്. ഇമോഷണൽ റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും, നമ്മൾ അവശനായി പോകും. പലപ്പോഴും നമ്മൾ ഇതൊന്നും വേണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള മൂല്യങ്ങളൊന്നും ഉറച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല, സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇതിനോടെല്ലാം ഇതെല്ലാം മാറി ജീവിച്ചു കഴിഞ്ഞാൽ എത്ര സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു മൗഢ്യം ഉണ്ടാകും, മനസ്സിനൊരു മൗഢ്യം ഉണ്ടാകും, മനസ്സിൽ സമ്മർദ്ദം ഉണ്ടാകും. അപ്പൊ ഈ ഇമോഷണൽ റെസീലിയൻസ്, അത്തരത്തിലുള്ള വൈകാരിക വിക്ഷോഭങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള മനസ്സിന്റെ മനോബലം. ഇന്നലെ നമ്മൾ പഠിച്ച ഗ്രിറ്റ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാന്നുള്ളതിന്റെ ആ പാഠങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇമോഷണൽ റെസീലിയൻസിൽ നിന്നും ഓവർകം ചെയ്യാനുള്ള ഒരു മനോബലം ഉണ്ടാക്കിയെടുക്കുക. അതിന് ഈ മൈൻഡ്പ്ലസ് പോലുള്ള ക്ലാസ്സുകളും മറ്റ് സത്സംഗങ്ങളും എല്ലാം തന്നെ തീർച്ചയായിട്ടും ഉപകരിക്കും. ആൻഡ് സെറ്റിംഗ് ബൗണ്ടറീസ്, നമുക്ക് നമ്മെക്കുറിച്ചും നമ്മളോട് മറ്റുള്ളവർ പെരുമാറേണ്ടതിനെ കുറിച്ചുമുള്ള അതിർവരമ്പുകൾ നിശ്ചയിക്കുക. അപ്പൊ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. അതായത് എന്റെ ഒരു പേഴ്സണൽ കാര്യമാണ് നേടേണ്ടതെങ്കിൽ ഞാൻ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ 10 തവണ അവിടെ കയറി ഇറങ്ങേണ്ടി വരും. പക്ഷെ ഞാൻ ഒരു തവണ പോയിട്ട് അവിടുത്തെ പിയുനെയോ അവിടുത്തെ ക്ലർക്കിനെയോ കണ്ടുപിടിച്ച് അയാൾക്ക് കുറച്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സംഭവം ഒരു ദിവസം കൊണ്ട് നടന്നേക്കും. പക്ഷെ ഞാൻ അതിന് തയ്യാറാകില്ല എന്നുള്ള ആ ഒരു കൈക്കൂലി ഞാൻ കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം. അതുപോലെ തന്നെ ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ ഞാൻ നിലനിൽക്കുകയുള്ളൂ. ഞാനൊരു ഓഫീസിൽ ഒരു ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അന്യായമായിട്ട് ഞാനൊന്നും ചെയ്യില്ല. അതിൻ്റെതായിട്ടുള്ള നേരത്തെ പറഞ്ഞ സോഷ്യൽ ഇല്ലെങ്കിൽ കോൺസിക്വൻസസ് ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും സെറ്റിംഗ് ബൗണ്ടറീസ്, നാം സ്വയം ചില ബൗണ്ടറീസ് തീരുമാനിക്കുക. ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ നയം വ്യക്തമാക്കുക, ആശയങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുക, മറുഭാഗത്തേക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്റെ നയം ഇതാണ്, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരുമാതിരി അഴകുഴമ്പൻ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ സംസാരം ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന അപൂർണതകളാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. അതുപോലെ ഡെവലപ്പ് സപ്പോർട്ട് സിസ്റ്റം, ഒരു സപ്പോർട്ട് സിസ്റ്റം, സമാന ചിന്താഗതിക്കാരുമായിട്ട് ഇത്തരം മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന, ഇത്തരം മൂല്യങ്ങൾക്ക് വിലമതിക്കുന്ന മനുഷ്യരുണ്ടാവാമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് നമ്മൾ ഉണ്ടാക്കുകയും ആ കൂട്ടുകെട്ടിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ആത്മബലം നാം അറിയാതെ വളർന്നുകൊണ്ടിരിക്കും.
പിന്നെ വേണ്ടത് പ്രാക്ടീസ് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആര്, എന്തിനാണ്, ഈ ഒരു എപ്പിക്യൂരിയൻ ലൈഫ് സ്റ്റൈൽ ആണോ എന്റെ ആത്യന്തികമായ ലക്ഷ്യം, ഈ ഡ്രിങ്ക് ആൻഡ് ജോയ് ഇതാണോ എന്റെ ജീവിത ലക്ഷ്യം, ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും അത്തരത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞുള്ള ചിന്ത തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനോബലം നാം അറിയാതെ വീണ്ടും വർദ്ധിക്കുകയാണ്. വർദ്ധിത വീര്യത്തോടു കൂടി നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ ഉറച്ചു നിൽക്കാൻ പറ്റും. നമ്മുടെ മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാനാകുന്നു. ഞാൻ ആര് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതോടുകൂടി എന്താണ് ലോകത്തിലെ മറ്റു കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ നിസ്സാരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത് തീർച്ചയായിട്ടും അതൊരു വലിയൊരു അത്തരത്തിൽ അത്തരത്തിൽ പരിശീലനം നടത്തുന്നത് നല്ലതാണ്. പിന്നെ ബി ഓഥന്റിക്. പറയുന്ന വാക്കിനോടും പ്രവൃത്തികളോടും പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളോടും അങ്ങേയറ്റം ഓഥന്റിക് ആയിരിക്കുക, ആധികാരികത പുലർത്തുക. അതായത് അവൻ പറയുന്ന വാക്കും പഴം ചാക്കും എന്നുള്ള രീതിയിലല്ല, പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുകയും പ്രോമിസ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഓഥന്റിസിറ്റി, അതായത് ആധികാരികത പുലർത്താനായിട്ട് ശ്രമിക്കുക. ആൻഡ് സീക്ക് ഗൈഡൻസ്. മറ്റുള്ളവരുടെ പരിണത പ്രജ്ഞരായിട്ടുള്ള അനുഭവ സമ്പത്ത് ഉള്ളവരുടെ നിന്നും ഇത്തരം സന്ദർഭങ്ങളിൽ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് കാര്യങ്ങളെ എന്നുള്ളത് നോക്കി കാണുകയും അവരിൽ നിന്നും ഒരു സങ്കോചവും കൂടാതെ, ഒരു മടിയും കൂടാതെ ഹെൽപ്പ് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതും ഇത്തരത്തിൽ ഈ പറയുന്ന സ്റ്റെപ്സുകൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രിൻസിപ്പിൾസ് ഓവർ പ്രഷർ, അതായത് സമ്മർദ്ദ വേളകളിൽ നമുക്ക് പ്രഷറിനെ അതിജീവിച്ച് നമ്മളുടെ പ്രിൻസിപ്പിൾസ്, നാം കാത്തു പുലർത്തുന്ന മാനുഷിക മൂല്യങ്ങൾ, അടിസ്ഥാന പ്രാമാണികമായിട്ടുള്ള തത്വങ്ങൾ, ഇതിൽ ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓൾട്ടർ സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ് ബട്ട് നെവർ യുവർ പ്രിൻസിപ്പിൾസ്. ജോൺ കസൽ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ റൈറ്റർ ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓൾട്ടർ സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ് നെവർ യുവർ പ്രിൻസിപ്പിൾസ്. അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, നിങ്ങൾ തന്ത്രങ്ങളും കുശലതയും എല്ലാം ഉപയോഗിച്ചോളൂ, അതിനൊന്നും തെറ്റൊന്നുമില്ല നിങ്ങളുടെ കാര്യങ്ങൾ നേടുന്നതിനായിട്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദ അത് പ്രിൻസിപ്പിൾസ് ബലി കഴിപ്പിച്ചുകൊണ്ടാകരുത്. ആ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള പ്രാമാണിക തത്വങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ സ്വായത്തമാക്കിയിരിക്കുന്നത്, അതിനെ ഒരിക്കലും ബലി കഴിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളും വാക്കുകളും പെരുമാറ്റങ്ങളും മാറിപ്പോകരുത് എന്നുള്ളതാണ്. മെഡിറ്റേഷനിലേക്ക് നീങ്ങാം.